നിങ്ങളിപ്പോഴും ഇങ്ങനെയാണോ നോസ് വരയ്ക്കുന്നത് എങ്കിൽ അതിനെ ഇങ്ങനാക്കി മാറ്റാനുള്ള സിമ്പിൾ ട്രിക്ക്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഹൗ ടു ഡ്രോ എ നോസ്. ഫസ്റ്റ് ഈ വീഡിയോ കാണുന്നത് പോലെ തന്നെ 2 ലൈൻ വരയ്ക്കണം. പിന്നെ അത് ജോയിൻ ചെയ്യുന്ന ഭാഗത്തായിട്ട് ഒരു റൗണ്ട് വരയ്ക്കണം. ഇനി 2 സൈഡിലായിട്ടും 2 കുഞ്ഞു റൗണ്ടുകൾ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ എപ്പോഴും ആ ലൈനിന് മുകളിലായിട്ടായിരിക്കണം ആ കുഞ്ഞു റൗണ്ടുകൾ വരയ്ക്കേണ്ടത്. മൂക്കിൻ്റെ പാലം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് മുകളിലോട്ട് 2 ലൈൻ വരച്ചിടുക. മൂക്കിൻ്റെ പാലം വരയ്ക്കുന്നതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ അടുത്തായിട്ട് അതിൻ്റെ ആ ലൈറ്റ് അടിക്കുന്ന പോർഷനും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ഇനി മൂക്കിൻ്റെ ഹോള് വരയ്ക്കുന്നതിനായിട്ട് താഴെ ആ റൗണ്ട് ഭാഗത്തായിട്ട് ഒരു യു ഷേപ്പ് വരയ്ക്കുക. അതിനുശേഷം അതിൻ്റെ 2 ടിപ്പിൽ ആയിട്ട് ഹോള് വരയ്ക്കുക. ഇത്രയും വരച്ച് കഴിയുമ്പോൾ തന്നെ ഏകദേശം അതിൻ്റെ ഒരു ബേസിക് കംപ്ലീറ്റ് ആവും. ആ സ്ട്രക്ചർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ എറേസർ വെച്ച് ആ ലൈനുകളും ബാക്കിയുള്ള റൗണ്ടും എല്ലാം മായ്ച്ചു കളയാം. ഇനി ഒരു ഡ്രോയിങ്ങിൻ്റെ മെയിൻ പോർഷനായിട്ടുള്ള ഷെയ്ഡിങ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. പലപ്പോഴും പലർക്കും തെറ്റുന്നതും ഷെയ്ഡ് ചെയ്യുമ്പോഴാണ്. അതെങ്ങനെ കറക്റ്റായിട്ട് ചെയ്യാമെന്നത് നോക്കാം. ഓക്കെ, അപ്പം ഫസ്റ്റ് ഒരു 2B പെൻസിൽ എടുത്ത് ലൈറ്റായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഷെയ്ഡ് ചെയ്യുമ്പോൾ എപ്പോഴും പെൻസിലിൻ്റെ സെൻറ്റർ പോർഷനിൽ പെൻസിൽ പിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നല്ല ലൈറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മൂക്കിൻ്റെ പാലം ഷെയ്ഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സെൻറ്റർ പോർഷൻ മാക്സിമം പേപ്പർ വൈറ്റ് ആയിട്ട് വിടാൻ ശ്രദ്ധിക്കുക. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ലൈറ്റ് അടിക്കുന്ന പോർഷൻ. അപ്പോൾ അത് മാക്സിമം പേപ്പർ വൈറ്റ് ആക്കി വിടുമ്പോഴാണ് അതിൻ്റെ റിയലിസ്റ്റിക് ഫീല് നമുക്ക് കിട്ടത്തുള്ളൂ. ഇനി ഒരു 4B പെൻസിൽ എടുത്ത് നല്ല ഡാർക്ക് ഷെയ്ഡഡ് പോർഷൻസ് ആയിട്ടുള്ള മൂക്കിൻ്റെ ഹോളും ആ ഹോളിനോട് ചേർന്നുള്ള വിടവും എല്ലാം നല്ല ഡാർക്കായിട്ട് തന്നെ നല്ല രീതിയിൽ ഷെയ്ഡ് ചെയ്യണം. ഇനി ഒരു ബ്ലെൻഡിങ് സ്റ്റിക്ക് എടുത്ത് നല്ലതുപോലെ എല്ലാ ഭാഗങ്ങളും ബ്ലെൻഡ് ചെയ്യണം. ബ്ലെൻഡിങ് സ്റ്റിക്ക് ഇല്ലെങ്കിൽ ഒരു ഇയർ ബഡ്സോ അല്ലെങ്കിൽ ഒരു ശകലം പേപ്പർ കീറി മടക്കിയിട്ടോ ചെയ്താലും മതി. എല്ലാ ദിവസവും ഇതുപോലെ ഒരു ഒബ്ജക്റ്റ് എടുത്ത് വെച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഷെയ്ഡിങ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആവും. നമ്മൾ വരയ്ക്കുന്ന പിക്ചർ ക്വാളിറ്റി അതിനനുസരിച്ച് ഇമ്പ്രൂവ് ആയി വരുന്നതും കാണാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാ വരയ്ക്കാൻ പഠിക്കുന്ന കൂട്ടുകാർക്കും വരയ്ക്കാൻ പറ്റും. മൂക്ക് വരയ്ക്കാൻ പാടുള്ള എല്ലാവരും ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കുക. എല്ലാവർക്കും പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഷെയ്ഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ള രീതി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പം ഇതുവരെ ഇരുന്ന് കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ ഇതുവരെ ഇരുന്ന് കണ്ടിട്ടുള്ളവർ ഒന്ന് സബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.